ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് 40-ാം വെള്ളി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ധ്യാന കേന്ദ്രം. ഒരു രീതിയിൽ നോക്കിയാൽ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൽ ക്ഷയിച്ചു പോകുന്ന ഈ ശരീരം, പാപത്തിലും രോഗത്തിലും അകപ്പെടുന്ന ഈ ശരീരം നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു ആഴമുള്ള സത്യമുണ്ട്. വിശപ്പുള്ളവന് ആഹാരമാണ് ആവശ്യം. അതെ, വിശപ്പുള്ളവന് ആഹാരം മാത്രമാണ് ആവശ്യം. വിശപ്പിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ലെന്നേ, ആഹാരം തന്നെയാണ് ആവശ്യം. എന്നാൽ ശരീരത്തിൻ്റെ വിശപ്പ് അടങ്ങുന്ന ഭൗതിക വസ്തുവായ ആഹാരം മാത്രം നാം നമ്മുടെ ചിന്തകളിൽ അടക്കരുത്. അനേക വിശപ്പുള്ള ഇടങ്ങളിൽ ആഹാരമായി എത്തിച്ചെല്ലേണ്ടവരാണ് ക്രിസ്ത്യാനി എന്ന ഓമനപ്പേര് വിളിക്കപ്പെട്ടവർ, ഞാനും നിങ്ങളും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: അനന്തരം പിശാചിനാൽ പരീക്ഷപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ശ്രദ്ധേയമാണ് അല്ലേ? പിശാചും ആത്മാവും ഒരേ സമയത്ത് ഒരേ ഇടത്ത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് നമ്മളെ അതിശയിപ്പിക്കേണ്ടത് അല്ല. പിശാചിൻ്റെ പരീക്ഷകൾ, അതിലൂടെ നാം കടന്നു പോകുമ്പോൾ ആത്മാവിൻ്റെ നയിക്കപ്പെടൽ നമ്മെ ബലപ്പെടുത്തും. നമ്മുടെ ആത്മീക വിശപ്പും അതൊക്കെ തന്നെയല്ലേ? ഇതാണ് നമ്മുടെ ആവശ്യം. ഏതൊക്കെ അനുഭവങ്ങളിൽ ഞാൻ പരീക്ഷിക്കപ്പെടും, ആ അനുഭവത്തിൽ ദൈവമേ, നിന്റെ ആത്മാവിനാൽ എന്നെ നീ നയിച്ചാലും. വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ മൈ ലൈഫ്? ദൈവഹിതം നിർവഹിക്കുവാൻ ഏത് രീതിയിലുള്ള വിശപ്പാണ് എനിക്ക് വേണ്ടിയത്? വചനത്തിന് വേണ്ടിയുള്ള വിശപ്പ്. ഈ വിശപ്പടങ്ങുവാനുള്ള ആഹാരം വചനമാണ്. ലോകത്തിൽ അനേക വിശക്കുന്ന ഇടങ്ങളിൽ ഞാൻ ആഹാരമായി എത്തിച്ചെല്ലേണ്ടത് എന്നെ തന്നെ പോഷണ ആഹാരത്താൽ ശക്തിപ്പെടുത്തുമ്പോൾ ഞാൻ ആഹാരമായി മാറുകയാണ്. ദൈവപുത്രൻ വിശക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവൻ ദൈവപുത്രനല്ലേ, അവന് വിശപ്പ് പാടില്ലായിരുന്നു. എന്നാൽ യേശുവിനുണ്ടായ വിശപ്പ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന 3 സത്യങ്ങളുണ്ട്. 1, വചനം അനിവാര്യമായ ആഹാരമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്. After fasting 40 days and 40 nights, he was hungry. The tempter came to him and said, "If you are the Son of God, tell these stones to become bread." Jesus answered, "It is written, man shall not live on bread alone, but on every word that comes from the mouth of God." ദൈവവചനം നമുക്ക് അനിവാര്യമായ ആഹാരമാണ് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ. പിശാചിൻ്റെ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഈ ആഹാരം ഭക്ഷിച്ചാലേ മതിയാവൂ. രണ്ടാമതായി, വചനം ശക്തമായ അധികാരമാണ് നമുക്ക് നൽകുന്നത്. പിശാച് ദൈവപുത്രനിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യിപ്പിച്ചെടുക്കാം എന്ന് മനസ്സുവെച്ചു. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാല് കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് ആര് പറഞ്ഞു? എതിരാളി, പിശാച് പറഞ്ഞു. എതിരാളിക്ക് നമ്മെക്കാളും തിരുവചനം വായിച്ച അനുഭവമുണ്ട് എന്ന് മനസ്സിലാക്കാം. ദൈവത്തോട് നല്ല പരിചയമുള്ളവനാണ് എതിരാളിയായ പിശാചിന്. എന്നാൽ യേശുവിൻ്റെ ഉത്തരമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. പ്രിയരെ, ശക്തമായ അധികാരമാണ് പോരാടുവാൻ ഈ ലോകത്തിൽ തിരുവചനം നമുക്ക് നൽകുന്നത്.
മറന്നു പോകരുത്. വചനമെന്ന അനിവാര്യമായ ആഹാരം നാം കഴിക്കുമ്പോൾ വചനത്തിലൂടെ ശക്തമായ അധികാരം നാം നേടിക്കൊണ്ടാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അവസാനമായി, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു പിശാചിനോട് ഇപ്രകാരം തിരികെ ഉത്തരം പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുപോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. അവസാനമായി, വചനം നിശ്ചയമായ ഒരു അവകാശമാണ് നമുക്ക് നൽകുന്നത്. ദൈവത്തിൻ്റെ ആരാധന ജനമായ ഞാനും നിങ്ങളും അവനെ ആരാധിപ്പാനുള്ള അവകാശം തിരുവചനം നമുക്ക് നൽകുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. തിരുവചനം നമുക്ക് അനിവാര്യമായ ആഹാരവും ശക്തമായ അധികാരവും നിശ്ചയമായ അവകാശവും നൽകുന്നു. ഇത് ഏറ്റുകൊണ്ട് ഈ ലോകത്തിലേക്ക് നാം എത്തിച്ചെല്ലുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിപ്പാനുള്ള അവകാശം ലഭിക്കും. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സംശയമുള്ളിടത്ത് വിശ്വാസവും നിരാശയുള്ളിടത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും ദുഃഖമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുവാനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എന്നെ ഇടയാക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.